ചൂട് പ്രമാണിച്ച് പച്ചക്കറികൾക്കൊക്കെ ദാഹജലം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയല്ലേ? ഫാദേഴ്സ് ഡേക്ക് ചെറുക്കം തന്ന കാർഡാണ് കേട്ടോ. സൂപ്പർ ഡാറ്റ. ഹലോ ഗൈസ്, വെൽക്കം ടു കൈപ്പൻ വ്ളോഗ്സ്. അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫില് ഈവനിങ് ആണ് എടുക്കുന്നത്. ഈവനിങ്ങില് നമ്മുടെ രസകരമായ മുഹൂർത്തങ്ങളും പിന്നെ മെയിൻ ആയിട്ട് UK കിട്ടുന്ന ബ്രീം എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് വെച്ചിട്ട് ഒരു കുഞ്ഞി ഗ്രില്ലും ഒരു ചെറിയ സാധാ മീൻ കറിയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കുറച്ച് കപ്പ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ സമയം 4:45 വൈകുന്നേരം. ഒരു കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അവിടെ പോയപ്പോൾ 5 നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവർ 5 കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടതാണ്. എന്തായാലും അത് കഴിക്കാനുള്ള പരിപാടിയാണ്. ഗൈസ്, നമ്മുടെ പയ്യന് മാത്തമാറ്റിക്സിൽ ഈ വീക്കിലെ മാത്തമാറ്റീഷ്യൻ ഓഫ് ദ വീക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പൊ മാത്തമാറ്റീഷ്യൻ ഓഫ് ദ വീക്ക് ആയി. വെരി ഗുഡ്. നമ്മൾ ബ്രീം വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണ്. സിമ്പിൾ മീൻകറി. പിന്നെ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരെണ്ണം ഗ്രില്ല് ചെയ്യണം, ഒരെണ്ണം കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. സമയം അനുസരിച്ച്. ഇപ്പൊ സമയം എന്തായി? 7:30 ആയി. അപ്പൊ ഇവിടെ കിട്ടുന്നൊരു മീനാണ് കേട്ടോ. നാട്ടിൽ ഈ ബ്രീം കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കിട്ടുമായിരിക്കും. നമ്മള് നാട്ടിൽ സാധാരണ അതും ഇതൊക്കെ മേടിക്കുന്നത്. വെട്ടി വെടുപ്പാക്കി എടുക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഞാൻ അവന്റെ മുടി വെട്ടുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നില്ലേ, അതില് മീൻ വെട്ടുന്ന കത്രിക കൊണ്ടാണോ കൊച്ചിന്റെ തലമുടി വെട്ടുന്നതല്ല, ഞാൻ മീൻ വെട്ടുന്ന കത്രിക ഇതാണ്, അതല്ല. ഓക്കെ, മീൻ വെട്ടു. ജസ്റ്റ് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ കണ്ട് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കേട്ടോ. ഇത് നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. എന്റെ മീൻ വെട്ടുന്ന കത്രിക ഈ കത്രിക. ഇവിടെ അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും കിട്ടും നമുക്ക്. ചാള, അയില, കൊഴുവ, പിന്നെ എന്തുവാ അതില് ചാള പറഞ്ഞേ, സ്രാവ്, ചൂര, നങ്ക്, പിന്നെന്തുവാ കണവ, ചെമ്മീന്, ഞണ്ട്, മറ്റേ ചിപ്പിയില്ല മസിൽസ്, അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ എന്തു പാരയോ സ്രാവ്, മറ്റേ സാധനം എന്തുവാ നെയ്മീന്. ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. ചട്ടിയിലിട്ട് ഉരച്ച് കഴുകാം. കഷ്ടപ്പെട്ടൊന്ന് പീസാക്കി എടുക്കട്ടെ. കറി ഉണ്ടാക്കും ഇത്രയും പോലെ. എന്റെ മാതാവേ, കത്തി അത്ര പോരാ. ഗ്രില്ല് ചെയ്യാമെന്നെടുത്ത തീരുമാനത്തിന് പുറത്ത് പരീക്ഷണം, ഫുള്ള് പരീക്ഷണം. ഞാൻ മീൻ ഗ്രില്ല് ചെയ്തിട്ടില്ല. ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേങ്കില് ഇതുവരെ മീൻ ഗ്രില്ല് ചെയ്ത് പരീക്ഷിച്ചിട്ടില്ല. ഫുള്ള് പരീക്ഷണല്ലേ, ഓർത്താത്തു പഠിക്കുന്നതിനല്ലേ നമ്മള്. ഒന്ന് ചെയ്യുമ്പോ പാളിപ്പോയാൽ അടുത്ത ട്രയൽ ശരിയാവും. ആദ്യം ജസ്റ്റ് കറിക്കുള്ളത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഓക്കെ. കടാകടിയനായ ഒരു ഭർത്താവിന്റെ കൂടെ ഇപ്പുണ്ടല്ലോ, അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? കടാകടിയെ നോക്കി നിൽക്കത്തുള്ളൂ. കറി വെച്ചെടുക്കുമ്പോ കഴിക്കാൻ അത്ര കടാകടിയെ അടുക്കള ഒന്ന് കൂടെ നിൽക്കും. അതാണ് സാമീപ്യമാണ് എപ്പോഴും വേണ്ടത് നമുക്ക്. നമ്മുടെ കറിക്കും ഗ്രില്ലിനും പപ്സിനുമുള്ള വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി റെഡിയാക്കിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കുറേ ആൾക്കാർ ഇവിടെ ചുമന്നുള്ളി കിട്ടത്തില്ല എന്നുള്ളത്. ചുമന്നുള്ളി കിട്ടും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വെള്ള ഉള്ളിയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയല്ലേ. ഇടയ്ക്ക് കരിയും വീണ്ടും വരും, ഇടയ്ക്ക് കരിയും വീണ്ടും വരും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് 2 ചട്ടി നിറഞ്ഞു നിന്നതാ. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം
അല്ല ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോ വലിയ നാട്ടിൽ അത് കൊണ്ടുവന്നു 2 ചട്ടി നിറയെ. അത് അവൻ ഡൈനോസറിന് ഒരു ദിവസം തീറ്റ കുറച്ചിട്ട് 2 ബൗൾ നിറച്ചത്. അങ്ങനെ അത് പോയി. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് പിന്നെയും കുത്തിവെച്ച് ദിനോസറിന് ഇവിടെ അവന് കളിക്കാൻ ദിനോസറിന്റെ മറ്റേ ചെറിയ കളിപ്പാട്ടം കണ്ടല്ലേ, അതൊരു കാർഡുണ്ടാക്കിയിട്ട് ദിനോസറിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ സാധനം പറിച്ചങ്ങ് വെച്ച്. ഫാദേഴ്സ് ഡേക്ക് ചെറുക്കുന്ന കാർഡാണ് കേട്ടോ, സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞ വൈഫ് തന്നതുകൊണ്ട് സൂപ്പർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട്. പുഞ്ഞൊന്നുമില്ല, നിന്നെ ഞാനങ്ങനെ പുച്ചിക്കോടി. റോസ ഓ എന്റെ ബർത്ത്ഡേക്ക് ഒരു മോന് മേടിച്ചത് റോസയാ. പക്ഷെ ഇത് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് ഇവിടുന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന റോസയാണ്, പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ ഒരു ഇതിനകത്ത് നിൽക്കുന്ന മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂവാവും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും. ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷെ ഇത് കട്ട് ചെയ്ത് വിട്ടായിരുന്നു. അതിന് ചെറുത് കണ്ടോ ഉടന്ന് അത് പൂ വന്ന് വെട്ടി കളഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചെറുതായിട്ട് ഓരോ ബ്രാഞ്ചസ് ആയിട്ട് തളർത്ത് വരുന്നുണ്ട്. അറിയത്തില്ല, നോക്കാം. ഒരു മുന്നേ ഒരെണ്ണം എനിക്ക് പതിയെ പിടിച്ചു കിട്ടിയതാ. നമ്മള് വീട് മാറിയ ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോ അത് പോയി. പിന്നെ താണ്ട് പുറത്ത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു ദിവസം കാണിക്കാം. നമ്മുടെ ചെടിയും അല്ല, അത് വാലന്റൈൻസ് ഡേക്ക് അപ്പനും മോനും ഒരേ പൂ മേടിച്ചു തന്നതിന്റെ തണ്ട് ഞാൻ മുറിച്ച് കുത്തിവെച്ചത്. എനിക്ക് 2 തളിര് വന്ന് അറിയത്തില്ല, നമുക്ക് തളിര് വന്ന് 2 ആയിട്ടുണ്ട്. എത്ര ദിവസം ആവുമെന്ന് അറിയത്തില്ല, നോക്കാം. മീൻകറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാ. മീൻകറിക്കുള്ള ചട്ടി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവ, മല്ലിപ്പൊടി. മീൻകറിക്ക് ചിലവര് ചേർക്കും, ചിലവര് ചേർക്കാറില്ല. ഞാൻ വീട്ടിലൊന്നും ചേർക്കാറില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഇവൻ എരിവ് കഴിക്കത്തില്ലാത്ത കാരണം ആ ഒരു ചാറിന് കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇത്തിരി ചേർക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി പോയി ചേർക്കും. എരിവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആർക്കും എരിവ് പറ്റത്തില്ല. ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് പുകയായിരിക്കും, ഫയറെല്ലാം അടിക്കും. ഈ സാധനം നമുക്ക് തന്നെ ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷെ അലാം അടിക്കും. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. പച്ചമുളക് ഇട്ടില്ലല്ലോ ഒന്ന്. പച്ചമുളക് സാധാരണ ഇടുന്നതാ. കൊച്ചുള്ള കാരണം എരിവ് കുറയ്ക്കാൻ വേണ്ടിട്ട് പച്ചമുളക് ഇടാറില്ല. ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി. ചിലവര് ചുവന്നുള്ളി കൂടെ ഇടും, ചിലർ സവാള ചേർക്കുന്നവരുണ്ട്. ഞാൻ ഈ വക സാധനങ്ങൾ ഒന്നും ഇടാറില്ല. എന്റെ മീൻകറി സിമ്പിൾ മീൻകറി. ഞാൻ കറിവേപ്പില ഇടാൻ കുറച്ച് പോയത്. അതുകൊണ്ട് ഇത്തിരി 2 തണ്ട് കറിവേപ്പില, 2 തണ്ടല്ല, ഇത്തിരി കറിവേപ്പില. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടി ഉള്ളൂ. പച്ചമണം പോകുന്ന വരെ നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോ കുറച്ച് തിളച്ച വെള്ളം, ഉപ്പ്, കുടംപുളി കഴുകിട്ട് വൃത്തിയാക്കിയത്. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ മീന് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പെട്ടെന്ന് അപ്പം ഉണ്ടാക്കാൻ പോവാ. റവ കൊണ്ട് റവ അപ്പം 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. എത്ര കപ്പ് റവ ഇട്ട്? ഞാന് ഒരു 1.5 ഗ്ലാസ് റവ ഇട്ടു. ഓക്കെ, 1.5 ഗ്ലാസ് റവ ഇട്ടു. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്താ 3-4 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി, 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഒരു അര ടേബിൾ സ്പൂണിന്റെ അടുത്ത്, അല്ലെങ്കിൽ 1.5 ടേബിൾ ടീസ്പൂണ് ഈസ്റ്റ്. ഇത്ര സാധനം ഇട്ടു ഒന്ന് മിക്സ് ചെയ്തു. ചെറിയ ചൂടുള്ള വെള്ളം മുക്കാൽ കപ്പ്, ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്.
ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് പാത്രത്തിൽ ഒഴിച്ച് 10-15 മിനിറ്റ് എനിക്ക് നല്ലോണം പുളിച്ചു പൊങ്ങി വരും. അപ്പം ചുട്ടെടുക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പം. സമയമില്ലാത്തപ്പോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. എത്ര സമയം എടുക്കും? 15-20 മിനിറ്റ് മാക്സിമം. അത് കാലാവസ്ഥ ഇപ്പൊ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ചില സമയത്ത് എടുക്കാറുണ്ട്. എന്നാലും മിക്കപ്പോഴും 10-15 മിനിറ്റിനുള്ളിൽ പൊങ്ങി വരും. ഇതിനൊന്ന് അരച്ചെടുക്കാം. ചിലവർ ഇതിൽ തേങ്ങ ഇടും, ചിലവർ ഇതിൽ തേങ്ങയൊക്കെ ചേർക്കും ടേസ്റ്റിന്. ഞാൻ തേങ്ങയൊന്നും ചേർക്കാറില്ല. പക്ഷെ എങ്ങനെയല്ല നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാ. ഫുള്ള് കളപ്പണിയാണ്. അരച്ചെടുത്ത മാവ് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്തുവാ അവല് ചിലവര് അവലുണ്ടാക്കുന്നുണ്ട്. അവിലൊക്കെ ചേർക്കുന്ന ഇതിനകത്ത് ഓരോരുത്തർക്ക് ഞാനിത് സൗദിയിലായിരുന്നു കഴിഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് സമയമില്ലല്ലോ നേരം. സമയം ഇപ്പൊ പിന്നെ ഭയങ്കര സമയാ. ഇപ്പോഴാണെങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അമ്മീ വിശക്കണോന്ന് പറഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെയാ. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് പെട്ടെന്ന് പറ്റിച്ചുണ്ടാക്കുന്നത്. ഈ സുഡാനികള് ഇപ്പൊ നമ്മള് റവ ഒഴിച്ചിട്ട് ഈസ്റ്റൊക്കെ ഇട്ട് അരച്ചില്ലേ, അതിൽ റവ ഒന്നുമില്ല, മൈദമാവ് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് ഈസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ പുളിപ്പിച്ച് അതൊരു അപ്പം പോലെ ഇങ്ങനെ ചുട്ടെടുക്കുവേ, കട്ടിക്ക്. എന്നിട്ട് അത് അവരുടെ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ. എനിക്ക് അവിടെ ജോലി ചെയ്തോണ്ട് ഇതിപ്പം ഡോക്ടേഴ്സ് ഉണ്ട് കൂടെ. അപ്പൊ ഒരാളെ ഭയങ്കര കൂട്ടാ പുള്ളിക്കാരി. എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഉണ്ടാക്കും. നേരെ എപ്പോഴും ഇങ്ങനെ ചെല്ലുമ്പാലെ എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനങ്ങൾ വന്നത് നല്ല രസമാണ് കഴിക്കാൻ. ഞാൻ ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കും, മസാല ദോശ ഉണ്ടാക്കി കൊടുക്കും, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എരിവില്ലാത്ത സാധനങ്ങളൊക്കെ കൂടും അവിടെ. പുള്ളിക്കാരി എനിക്ക് ഷോർബ ഉണ്ടാക്കി തരും, മക്രോണി, ചീസ് അന്മാക്ക്, പിന്നെ ടൂണ വെച്ചിട്ട് മക്രോണി ഒക്കെ യൂസ് ചെയ്തിട്ടൊരു സാധനം. പിന്നെ എന്തുവാ അവരുടെ കുറെ സാധനങ്ങൾ, ഒരു തരം കുക്കീസ് ഉണ്ട്. എന്തൊക്കെ പേരുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. ഭയങ്കര പാലൊക്കെ ചൊറിക്കുന്നതിന് കുക്കീസ്. പിന്നെ എന്തുവാ റവയും കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കി തരും. പല പല സാധനങ്ങൾ. അപ്പൊ നല്ല ഇതായിരുന്നു. നമ്മുടെ മീൻകറി തിളച്ച് വെന്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മള് മീൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. മീൻ ഗ്രില്ല് ചെയ്യാൻ എന്റെ തട്ടിക്കൂട്ട് മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ. മഞ്ഞപ്പൊടിയായി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒക്കെ ഇടുവോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് എല്ലാത്തിനും എന്റേതായ സ്വന്തം റെസിപ്പികൾ. എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി കിട്ടും, അതിൽ എന്റേതായ പരീക്ഷണങ്ങൾ ഞാൻ നടത്തും. അതാണ് നല്ലത്. അങ്ങനെ 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 ഉണ്ടാക്കി പഠിക്കും. ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ കൂടി അരച്ചെടുക്കാനുള്ള, അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടുന്നേ. ഒറ്റ അര മതിയാവുന്നു തോന്നുന്നു. 4 വെളുത്തുള്ളി, അരമുറി നാരങ്ങ നീര്, കുരു ഒക്കെ കളഞ്ഞിട്ട്. കുരു വീഴുവാണെങ്കിൽ പറയണേ. കുരുമുളക് ചേർക്കണോ, കുരുമുളക് പൊടി ചേർക്കണോ, പച്ചക്കുരുമുളക് ചേർക്കട്ടെ. കുരുമുളക് വലിയ എരി ആയിക്കോട്ടെ. ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് കുരുമുളക്. ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പോവുക. ഇത്ര സാധനങ്ങള് അരച്ചിട്ടെടുക്ക. കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും. ഒലിവ് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാൻ കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ. നമ്മുടെ മീനിന്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കാം. ഇതിങ്ങനെ കീറി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് എനിക്കറിയാം, അത് പരിശ്രമിച്ചില്ല.
പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതില്. എത്ര മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം? 10 minutes. ഓക്കെ, നമ്മുടെ മീൻ ഇവിടെ ഗ്രില്ല ചെയ്യുന്ന, ബേക്ക് ചെയ്യുമല്ല. അപ്പൊ മേലേന്നുള്ള തീയ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് അരപ്പ് തേച്ചിട്ട്? എനിക്ക് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടാവും. സമയം കുറവായതുകൊണ്ട് മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും വെക്കണമായിരുന്നു. ഇതാണ് ഗൈസ് എൻ്റെ പ്രിയ പത്നി. പത്നിയല്ല, പത്നി എനിക്ക് തന്ന കാർഡ് ഫാദേഴ്സ് ഡേക്ക്. താങ്ക് യു മൈ ഡിയർ. അപ്പത്തിന്റെ മാവ് നല്ലോണം പിടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഡെക്കറേഷൻ ഒന്നുമില്ല, ഒരു തക്കാളി കൊണ്ടായിട്ട് സവോളയും വലിച്ച് അരിഞ്ഞു ഇറക്കി എന്റെ മേലുകൂടെ വെച്ചു. ഡെക്കറേഷൻ ഒന്നുമില്ല, രാത്രി ഡെക്കറേഷൻ ക്ഷമ കഴിക്കാൻ പാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വീണ്ടും മറ്റു വ്യത്യസ്തമായ വീഡിയോ കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. Signing off. Kaippans. Bye bye. Thanks for watching. Bye.